നമസ്കാരം. ഇപ്പോൾ കിട്ടിയതിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ ക്രിസ്റ്റിന ചെറിയാൻ. എന്നോടൊപ്പം കേൾവി പരിമിതരെ സഹായിക്കാനായി സോന ജെറിയുണ്ട്. റിപ്പോർട്ടുകളിലേക്ക്. കാലവർഷം ഇത്തവണ നേരത്തെ എത്തിയേക്കും. ഈ മാസം 19ഓടെ കാലവർഷം ആൻഡമാനിൽ എത്തിച്ചേരാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. 11 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് നിന്ന് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രതാ നിർദ്ദേശം നൽകി. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഹരികൃഷ്ണനാണ് ചേരുന്നത്. ഹരി, സാധാരണ കാലവർഷം ജൂൺ ആദ്യവാരമാണ് എത്തുന്നത്. ഇത്തവണ അത് നേരത്തെ തന്നെ ഉണ്ടാകും, ഈ അവസാന ആഴ്ചകളിൽ തന്നെ ഉണ്ടാകുമെന്നാണല്ലോ മുന്നറിയിപ്പ്. അതേപോലെ തന്നെ ഇന്ന് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനുമുള്ള സാധ്യത അതും നൽകിയിട്ടുണ്ടല്ലോ. ക്രിസ്റ്റിന, ഈ കൊടും ചൂടിന് ആശ്വാസമായി വേനൽമഴ എത്തിയെന്ന് വേണം പറയാൻ. അതായത് കഴിഞ്ഞ കുറേ നാളുകളായി ഈ കാലാവസ്ഥാ റിപ്പോർട്ടുകൾ, കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം എന്ന് പറയുന്നത് കൊടും ചൂടാണ് സംസ്ഥാനത്ത് എന്നുള്ളതാണ്. പക്ഷേ കഴിഞ്ഞ കുറേ 2 ദിവസങ്ങളിലായി മഴ ആശ്വാസമായി വേനൽമഴ എത്തിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. ഉച്ചയ്ക്ക് കാലാവസ്ഥാ പ്രവചനം ഈ 9 ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരുന്നത്. അത് വൈകിട്ട് ആയപ്പോഴത്തേക്കും കൂടുതൽ ജില്ലകളിലേക്ക് ഈ അലർട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ കാസർഗോഡ്, കണ്ണൂർ, കോട്ടയം ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. സംസ്ഥാനത്തെ 11 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ കാലവർഷത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ മെയ് 19 കൂടി ഈ തെക്കൻ കിഴക്കൻ ബംഗാൾ ഉൾക്കടലിലും തെക്കൻ ആൻഡമാൻ കടൽ നിക്കോബാർ ദ്വീപുകളിലും ഈ മഴ എത്തിച്ചേരാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവചനം എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ദിവസങ്ങളിലൊക്കെയും ഈ ജില്ലകളിൽ മഴ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ മഴയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ മഴയിൽ ചെറിയ ചെറിയ നാശനഷ്ടങ്ങളൊക്കെയും ഉണ്ടായിട്ടുണ്ട്. ഈ തിരുവനന്തപുരം ജില്ലയുടെ ചില ഭാഗങ്ങളിലൊക്കെ അത്തരത്തിൽ നാശനഷ്ടങ്ങളൊക്കെ ഈ നെയ്യാറ്റിൻകരയിലൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ അടൂരിലും ഇന്നത്തെ മഴയിൽ ചെറിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതായത് ഒരു മരമൊടിഞ്ഞ് വീഴുകയും അത്തരത്തിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തു. അതൊഴിച്ചു നിർത്തിയാൽ മറ്റ് നാശനഷ്ടങ്ങളൊന്നും ഇതിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ കാലാവസ്ഥാ വകുപ്പ് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പൊതുജനങ്ങൾ ഇതിൽ ജാഗ്രത പാലിക്കണം. കാരണം ഈ മഴയെന്ന് പറയുന്നത് ഇടിമിന്നലോട് കൂടിയ മഴയാണ്. ഈ 40 കിലോമീറ്റർ മുതൽ 50 കിലോമീറ്റർ വരെ ശക്തമായ രീതിയിൽ കാറ്റ് വീശാനുള്ള സാധ്യതയുമുണ്ട്. അതിനോടൊപ്പം തന്നെ ഇടിമിന്നലും ഉണ്ടാകും. ആ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശം കൂടി പാലിക്കണം എന്ന തരത്തിലൊരു നിർദ്ദേശം കൂടി കാലാവസ്ഥാ വകുപ്പ് പറയുന്നുണ്ട് എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഈ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഉയർന്ന കടൽക്ഷോഭത്തിന്, ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ടെന്ന് സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ തീരദേശത്ത് താമസിക്കുന്നവരും പൊതുജനങ്ങളും മത്സ്യബന്ധനത്തിന് പോകുന്നവരും ജാഗ്രത പാലിക്കണമെന്നും ഈ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഏതായാലും ഇന്ന് ഈ 11 ജില്ലകളിൽ പുതുക്കിയ മഴ മുന്നറിയിപ്പ് പ്രകാരം 11 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് എന്നുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് അടുത്ത ദിവസങ്ങളിലൊക്കെയും ഈ ഉച്ച കഴിഞ്ഞ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കുള്ള സാധ്യതയും കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നുണ്ട്. ക്രിസ്റ്റീന, ഏറ്റവും പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് ഹരികൃഷ്ണൻ. കനത്ത മഴയിൽ പത്തനംതിട്ട അടൂർ മങ്കുഴിയിൽ മരം കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ഫയർഫോഴ്സ് എത്തി ശിഖരങ്ങൾ മുറിച്ചു മാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. വിവരങ്ങളുമായി ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുകയാണ് പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീജിത്ത്, എന്തായാലും ഗതാഗതം പുനഃസ്ഥാപിക്കാനായല്ലോ, മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ അല്ലേ? കാര്യമായ പ്രശ്നങ്ങളില്ല ക്രിസ്റ്റീന. പക്ഷേ 1 മണി മുതൽ പത്തനംതിട്ട നഗരത്തിന്റെ, അതുപോലെ തന്നെ പത്തനംതിട്ടയിലെ മലയോര മേഖലയുടെ പല മേഖലകളും ഇപ്പോഴും മഴ പെയ്തുകൊണ്ടേയിരിക്കുകയാണ്. കാര്യമായ പ്രശ്നങ്ങൾ എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എങ്കിലും ഈ മങ്കുടിയിൽ ഇന്ന് ഈ വൈകുന്നേരം ഒരു 4 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ മരം കടപുഴകി വീഴുന്നത്. എന്തായാലും അപ്പോൾ തന്നെ കാര്യമായ രീതിയിൽ വാഹനങ്ങൾ ആ മേഖലയിലൂടെ പോയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പോൾ ഈ വാഹന ഗതാഗത തടസ്സമടക്കം ആ മേഖലയിൽ നേരിട്ടു എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ഒരു അരമണിക്കൂർ നേരം ആ ഗതാഗതം തടസ്സപ്പെട്ടെങ്കിലും പിന്നീട് ഫയർഫോഴ്സ് എത്തി ആ മരം മുറിച്ചു നീക്കുകയായിരുന്നു. ഇപ്പോഴും മഴ ശക്തമായി തന്നെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിറ്റാർ, അതുപോലെ തന്നെ സീയത്തോട് മേഖലകളിൽ ശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. രാത്രികാലങ്ങളിൽ ജാഗ്രത പാലിക്കണമെന്ന ജില്ലാ ഭരണകൂടം ഇതിനകം തന്നെ അറിയിച്ചിട്ടുണ്ട്. ക്രിസ്റ്റീന, പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു ശ്രീജിത്ത് ശ്രീകുമാർ. മലപ്പുറം വളാഞ്ചേരിയിൽ നിർമ്മാണത്തിലിരുന്ന വീട് തകർന്ന് 3 അതിഥി തൊഴിലാളികൾക്ക് പരിക്ക്. വളാഞ്ചേരി സ്വദേശി ഷാഫിയുടെ വീടിന്റെ ഒരു ഭാഗമാണ് തകർന്നത്. വിവരങ്ങളുമായി മലപ്പുറത്തു നിന്ന് ചേരുന്നത് സമീർ ബിൻ കരിയമാണ്. സമീർ, ഈ നിർമ്മാണത്തിലിരുന്ന വീട് തകർന്നു വീഴാനുള്ള കാരണം എന്താണ്? നിർമ്മാണത്തിലുള്ള അപാകതയാണ് വീട് തകരാൻ കാരണമെന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള ഒരു വിലയിരുത്തൽ. ഏതായാലും ഉച്ചക്കാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. വളാഞ്ചേരി താണിയപ്പൻ കുന്നിൽ ആണ് ഈ വീടുള്ളത്. ഈ ഷാഫി എന്ന് പറയുന്നയാളുടെ വീടാണ് ഉച്ചയ്ക്ക് ശേഷം തകർന്നു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. 5 തൊഴിലാളികളായിരുന്നു ഈ വീട്ടിൽ തൊഴിലിൽ ഏർപ്പെട്ടിരുന്നത്. അതിൽ 3 പേർ ഇതിനകപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഉടൻ തന്നെ നാട്ടുകാർ ഇവരെ പുറത്തെടുത്ത് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ്. ഇതിൽ ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം. വെസ്റ്റ് ബംഗാൾ
സ്വദേശികളായ 3 ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ശരി, സമീർ ബിൻ കരീമാണ് മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. മുംബൈയിൽ മഴയ്ക്കൊപ്പം ശക്തമായ പൊടിക്കാറ്റ്. കനത്ത ചൂടിന് ആശ്വാസമായി എത്തിയ മഴയ്ക്കൊപ്പമാണ് പൊടിക്കാറ്റ്. ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. ശ്രീനാഥ്, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? കൃഷിനെ കഴിഞ്ഞ കുറെ നാളുകളായി വലിയ ചൂട് മുംബൈയിൽ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ഏതായാലും ആ ചൂടിന് ആശ്വാസമായാണ് മഴ എത്തിയത്. ഉച്ചയ്ക്ക് ശേഷമാണ് മുംബൈയിൽ പരക്കെ മഴ എത്തിയത്. പക്ഷേ മഴയ്ക്കൊപ്പം തന്നെ ശക്തമായ കാറ്റുണ്ടായിരുന്നു. അത് പൊടിക്കാറ്റായി മാറുകയും ആളുകൾ വല്ലാതെ വലയുന്ന സാഹചര്യവുമുണ്ടായി. ശക്തമായ കാറ്റിൽ ചിലയിടത്തൊക്കെ ചില അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ വിവരങ്ങൾ ഇപ്പോൾ വന്നു തുടങ്ങുന്നതേ ഉള്ളൂ. ഘാട്ട്കോപ്പറിൽ വലിയൊരു കുറ്റൻ പരസ്യ ബോർഡ് തകർന്നു വീഴുന്നതിന്റെ ദൃശ്യങ്ങൾ വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ വഡാലയിൽ അവിടെ നിർമ്മാണത്തിലിരിക്കുന്ന ഒരു കെട്ടിടത്തിലെ ഒരു താൽക്കാലിക സ്ട്രക്ചർ, ഇരുമ്പ് സ്ട്രക്ചർ, അത് തകർന്നു വീണിട്ടുണ്ട്. ഈ രണ്ട് സംഭവങ്ങളിലും ആർക്കെങ്കിലും പരിക്കേറ്റതായി ഇതുവരെ റിപ്പോർട്ടുകളില്ല. മുംബൈയിലെ ട്രെയിൻ ഗതാഗതത്തെയും ഇപ്പോൾ ഈ ശക്തമായ മഴ ബാധിച്ചു തുടങ്ങി എന്നതാണ് മനസ്സിലാക്കുന്നത്. ഹാർബർ ലൈനിൽ ട്രെയിനുകൾ ഇപ്പോൾ വൈകി ഓടുന്നുണ്ട് എന്നതാണ് റിപ്പോർട്ട്. ശരി, മുംബൈയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു എസ് ശ്രീനാഥ് ചന്ദ്രൻ. രാജ്യസഭാ സീറ്റ് വിവാദത്തിനിടെ കേരള കോൺഗ്രസ് എം സ്റ്റിയറിംഗ് കമ്മിറ്റി കോട്ടയത്ത് ചേർന്നു. രാജ്യസഭാ സീറ്റിൽ ഇടതുമുന്നണി ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് ജോസ് കെ മാണി പറഞ്ഞു. മുന്നണി യോഗത്തിൽ നിലപാട് അറിയിക്കും. സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം വിഷയം ചർച്ച ചെയ്തില്ലെന്നും ജോസ് കെ മാണി പറഞ്ഞു. ഈ കാര്യങ്ങളൊക്കെ ഇവിടെ ചർച്ച ചെയ്തിട്ടില്ല. ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടത് അത് LDFിലാണ്. LDF അതുപോലെ തന്നെ CPM അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തീരുമാനമെടുക്കും. പാർട്ടിക്ക് വ്യക്തമായ ഒരു നിലപാടുണ്ട്, വ്യക്തമായ ഒരു ധാരണയുണ്ട്. പക്ഷേ ആ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് അത് LDFിലാണ്. അത് പബ്ലിക്കിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളല്ല. LDF ജയിക്കുന്ന രണ്ടാമത്തെ സീറ്റിൽ കേരള കോൺഗ്രസ് എമ്മും CPIയും അവകാശവാദം ഉന്നയിക്കുന്നതിനിടെയാണ് യോഗം ചേർന്നത്. വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ ചേരുകയാണ്. ടോബി, യോഗത്തിന് ശേഷം ഇത്തരത്തിൽ ഈ സീറ്റിനായുള്ള അവകാശവാദം പൊതുവായി ഉന്നയിക്കും എന്ന ഒരു സൂചനകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം LDF യോഗം എടുക്കും എന്ന് പറയുമെങ്കിലും അതിൽ ചില സൂചനകൾ കൂടിയുണ്ട്. CPIയുടെ ഭാഗത്തു നിന്നും ഇന്ന് ചില പരാമർശങ്ങൾ വന്ന സ്ഥിതിക്ക് ഇത് ഈ മുന്നണിയിൽ ഏത് രീതിയിലായിരിക്കും അവതരിപ്പിക്കപ്പെടുക? മുന്നണി ബന്ധങ്ങളെയൊക്കെ അത് ഏത് രീതിയിൽ ബാധിക്കാനാണ് സാധ്യത? ജോസ് കെ മാണിയുടെ പ്രതികരണം നമ്മൾ കേട്ടപ്പോൾ മനസ്സിലായത്, പരസ്യ പ്രതികരണം നടത്തി LDFിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കേണ്ട, അല്ലെങ്കിൽ ഒരു തർക്കത്തിലേക്ക് കാര്യങ്ങൾ പരസ്യമായിട്ടുള്ള ഒരു വിഴുപ്പലക്കലിലേക്ക് അല്ലെങ്കിൽ ഒരു നേരിട്ടുള്ള ഒരു വാക്പോരിന് തയ്യാറല്ല എന്നുള്ള ഒരു കാര്യം മാത്രമാണ് അതിൽ നിന്നും വായിച്ചെടുക്കാൻ സാധിച്ചത്. പക്ഷേ ഈ സീറ്റിൻ്റെ കാര്യത്തിൽ ഒരു നിലപാടെടുത്തിട്ടുണ്ട്. അതായത് LDF ചേരുമ്പോൾ ആ LDFിൽ കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിച്ച് സീറ്റ് നേടിയെടുക്കുക എന്നുള്ളൊരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ജോസ് കെ മാണിയും കൂട്ടരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്ന് ചേർന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ ഈ വിഷയം ഉയർന്നു വന്നിരുന്നു. പക്ഷേ ആ കാര്യങ്ങളിൽ ഒരു തീരുമാനം അത് LDFിൽ നമുക്ക് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞ് ജോസ് കെ മാണി തന്നെ ആ ചർച്ചകൾ അവിടെ അവസാനിപ്പിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നിരുന്നാൽ പോലും ഇന്നലെ സ്റ്റീഫൻ ജോർജ്, അതായത് ഓഫീസ് ചാർജ് ചുമതലയുള്ള സ്റ്റീഫൻ ജോർജ്, ജനറൽ സെക്രട്ടറിയാണ് സ്റ്റീഫൻ ജോർജ്, അദ്ദേഹം നമ്മളോട് പറഞ്ഞത് ഈ ഒരു ആവശ്യം അത് കേരള കോൺഗ്രസിന് അവകാശപ്പെട്ട ഒരു സീറ്റാണ്, അത് LDFിൽ ശക്തമായി ഉന്നയിക്കുമെന്ന് തന്നെ അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അർത്ഥം കൃത്യമായി LDFിൽ ഇക്കാര്യങ്ങൾ പറയും. എന്നാൽ പരസ്യമായി പ്രതികരണങ്ങൾ നടത്തി LDFിനെ പ്രതിസന്ധിയിലാക്കേണ്ടതില്ല. ഒപ്പം തന്നെ ജോസ് കെ മാണി ഇന്ന് നടത്തിയ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, LDF വന്നതിന് ശേഷമാണ് മധ്യ കേരളത്തിൽ വലിയ നേട്ടങ്ങൾ, കേരള കോൺഗ്രസ് വന്നതിന് ശേഷമാണ് LDFിൽ വലിയ നേട്ടങ്ങൾ LDFിന് നേടാൻ കഴിഞ്ഞത്. അത് കൃത്യമായി LDFിന് അറിയാം. അതുകൊണ്ട് തന്നെ ഈ ഒരു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ കാര്യം കൂടി കൂട്ടിയാണ് അദ്ദേഹം വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ടോബി ജോൺസൺ. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ വാരാണസിയിൽ ആരംഭിച്ചിരിക്കുകയാണ്. UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനൊപ്പമാണ് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ നടക്കുന്നത്. നാളെ നോമിനേഷൻ ഫയൽ ചെയ്യുന്നതിന് മുന്നോടിയായിട്ടാണ് റോഡ് ഷോ നടക്കുന്നത്. വിശദാംശങ്ങളുമായി ബൽറാം നെടുങ്ങാടി ചേരുകയാണ്. ബൽറാം, ഇപ്പോൾ ഈ റോഡ് ഷോ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. UPയിൽ പ്രധാനമന്ത്രി നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള ഒരു റോഡ് ഷോ കൂടിയാണല്ലോ ഇത്. കൃഷിന, തീർച്ചയായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വാരണാസിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനിരിക്കെയാണ് ഇന്ന് കൂറ്റൻ റോഡ് ഷോ മണ്ഡലത്തിൽ വാരണാസിയിൽ അദ്ദേഹം നടത്തുന്നത്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനൊപ്പമാണ് ഈ റോഡ് ഷോ പ്രധാനമന്ത്രി നടത്തുന്നത്. ലങ്ക മുതൽ കാശി വിശ്വനാഥ ഇടനാഴി വരെ 5 കിലോമീറ്റർ ദൂരത്തിലാണ് റോഡ് ഷോ.
പതിനായിരക്കണക്കിന് BJP പ്രവർത്തകർ ഈ റോഡിന്റെ ഇരുവശങ്ങളിലുമായി അണിനിരഞ്ഞിട്ടുണ്ട്. പ്രധാനമന്ത്രിയെ വരവേൽക്കുന്നതിനായി പുഷ്പവൃഷ്ടി ഉൾപ്പെടെ നടത്തിക്കൊണ്ടാണ് ഈ പ്രവർത്തകർ ഇരുവശങ്ങളിലുമായി അണിനിരന്നിരിക്കുന്നത്. ഈ റോഡ് ഷോയ്ക്ക് മുമ്പായി മദൻ മോഹൻ മാളവ്യയുടെ പ്രതിമയിൽ പ്രധാനമന്ത്രി പുഷ്പാർച്ചന നടത്തിയിരുന്നു. തുടർന്നാണ് റോഡ് ഷോ ആരംഭിച്ചത്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചേർന്ന് റോഡിന് ഇരുവശവും പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ കാണാനായി അണിനിരന്നിരിക്കുന്ന BJP പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് മുന്നേറുകയാണ്. 5 കിലോമീറ്റർ ദൂരത്തിലാണ് പ്രധാനമന്ത്രി സ്വന്തം മണ്ഡലമായ വാരണാസിയിൽ റോഡ് ഷോ സംഘടിപ്പിക്കുന്നത്. നാളെ പ്രധാനമന്ത്രിയുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണ ചടങ്ങും വലിയ ജനപങ്കാളിത്തത്തോടെ തന്നെ നടത്താനാണ് BJPയുടെ തീരുമാനം. കഴിഞ്ഞ വർഷം ലഭിച്ചതിനേക്കാൾ പ്രധാനമന്ത്രിയുടെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ ആവശ്യമായ എല്ലാ പ്രചാരണ പരിപാടികളും നടത്തിയിട്ടുണ്ട് എന്നാണ് ഉത്തർപ്രദേശ് BJP വ്യക്തമാക്കുന്നത്. ഇതിന്റെ ഭാഗം കൂടിയായാണ് പ്രധാനമന്ത്രി സ്വന്തം മണ്ഡലത്തിൽ ഇത്തരത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മുമ്പായി ഇത്തരത്തിലൊരു വലിയ റോഡ് ഷോ തന്നെ സംഘടിപ്പിക്കുന്നത്. ഈ റോഡ് ഷോ നടക്കുന്ന പാതയ്ക്ക് ഇരുവശത്തുമായി പ്രധാനമന്ത്രിയുടെ വലിയ കട്ടൗട്ടുകളും പോസ്റ്ററുകളും എല്ലാം തന്നെ പതിച്ചിരിക്കുകയാണ്. കനത്ത സുരക്ഷയും ഈ പ്രദേശത്ത് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട്. ജനങ്ങൾ ഇരുവശത്തുമായി 10,000-കണക്കിന് ജനങ്ങൾ തടിച്ചുകൂടിയ ഘട്ടത്തിൽ റോഡിന്റെ ഇരുവശത്തും പ്രത്യേക ബാരിക്കേഡുകൾ വെച്ച് കൃത്യമായി സുരക്ഷാ ക്രമീകരണത്തിന് ആവശ്യമായ അകലം പാലിച്ചുകൊണ്ടാണ് ജനങ്ങളെ ഇവിടെ ഇരുവശങ്ങളിലുമായി അണിനിരക്കാൻ അനുവദിച്ചിരിക്കുന്നത്. കൂടാതെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ ഈ പ്രദേശത്ത് സുരക്ഷ വിലയിരുത്തുന്നതിന് വേണ്ടി ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. ശരി, സ്വന്തം മണ്ഡലമായ വാരാണസിയിൽ നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മുൻപ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ പുരോഗമിക്കുകയാണ്. 5 കിലോമീറ്റർ ദൂരമാണ് റോഡ് ഷോ. UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനൊപ്പമാണ് ഈ റോഡ് ഷോ പ്രധാനമന്ത്രി നടത്തുന്നത്. സിറോ മലബാർ സഭ ഐക്യത്തോടെ മുന്നോട്ട് പോകണമെന്ന ആഹ്വാനം നൽകി ഫ്രാൻസിസ് മാർപ്പാപ്പ. കൂടിക്കാഴ്ചയ്ക്കിടെ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലിന് നൽകിയ സന്ദേശത്തിലാണ് ആഹ്വാനം. സാഹചര്യങ്ങളെ സസൂക്ഷ്മമായി നിരീക്ഷിച്ച് വെല്ലുവിളികളെ നേരിടണമെന്ന് മാർപ്പാപ്പ പറഞ്ഞു. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് എബിൻ ജോസ് ചേരുകയാണ്. എബിൻ, ഈ കുർബാന കാര്യത്തിലടക്കം വലിയ തർക്കങ്ങളും വിശ്വാസികളുടെയും ഒക്കെ ഭാഗത്തു നിന്ന് പല പ്രതിഷേധങ്ങളും ഒക്കെ ഉണ്ടായ സാഹചര്യത്തിൽ, അതേപോലെ തന്നെ സഭയുടെ നാഥൻ മാറിയ സാഹചര്യത്തിലൊക്കെ ചില നിർദ്ദേശങ്ങളൊക്കെ മാർപ്പാപ്പ നൽകിയിട്ടുണ്ടല്ലോ. എന്താണ് വിവരങ്ങൾ? ശേഷം റാഫേൽ തട്ടിൽ ആദ്യമായാണ് വത്തിക്കാനിലെത്തുന്നത്. ഇത് ഔദ്യോഗിക സന്ദർശനത്തിന്റെ ഭാഗമായാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. ഈ അവസരത്തിലാണ് വിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരു സന്ദേശം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടിരിക്കുന്നത്. അതിൽ പ്രധാനമായും ഉന്നയിക്കുന്നത് സിറോ മലബാർ സഭയിൽ ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകണം, സഭയുടെ കെട്ടുറപ്പ് തന്നെ ഈ ഐക്യത്തിലാണ് നിലനിൽക്കുന്നത് എന്നുള്ള ഒരു ആഹ്വാനമാണ് അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം തന്നെ ഒരു തീരുമാനമെടുക്കുമ്പോൾ സസൂക്ഷ്മമായി ചിന്തിച്ചും ചർച്ച ചെയ്തും വേണം കാര്യങ്ങൾ എടുക്കാൻ. സഭയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും തനിക്ക് ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിരവധി തവണ കത്ത് മുഖേനയും അതുപോലെ തന്നെ വീഡിയോ സന്ദേശത്തിലൂടെയും വിശ്വാസികളോട് സംവദിച്ചിട്ടുള്ളത് എന്ന് മാർപ്പാപ്പ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഏതായാലും കുർബാന തർക്കം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഈ കൂടിക്കാഴ്ചയിൽ ചർച്ചയായിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഈ മാർ റാഫേൽ തട്ടിൽ വത്തിക്കാനിലേക്ക് പുറപ്പെടുന്നതിന് മുന്നേ തന്നെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കത്തിൽ ഉൾപ്പെടെ വിശ്വാസികളുടെ അഭിപ്രായവും അതുപോലെ തന്നെ വൈദികരുടെ അഭിപ്രായവും തേടിയിരുന്നു. അതിൽ ഈ കുർബാന നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സർക്കുലർ തന്നെ ഇറക്കിയിരുന്നു. ഈ കാര്യത്തിൽ ഉൾപ്പെടെ ജനാഭിമുഖ കുർബാന തുടരുമെന്നുള്ള നിലപാടാണ് എറണാകുളം അങ്കമാലി അതിരൂപത എടുത്തത്. ഈ കാര്യങ്ങൾ ഉൾപ്പെടെ മാർപ്പാപ്പയെ ധരിപ്പിച്ചിട്ടുണ്ട് എന്നാണ്. മലബാർ സഭ ഐക്യത്തോടെ മുന്നോട്ട് പോകണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ വിവരങ്ങൾ നൽകുകയായിരുന്നു. കൊച്ചിയിൽ നിന്ന് എബിൻ ജോസ്. വാർത്തകൾ തുടരുന്നു. 24 ഇംപാക്ട്. മലപ്പുറത്ത് പ്രായപൂർത്തിയാകാത്ത കുട്ടി വാഹനം ഓടിച്ചതിൽ നടപടി. വാഹനത്തിന്റെ RC 1 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തു. വാഹന ഉടമയ്ക്ക് 5,000 രൂപയും വാഹനം ഓടിച്ച കുട്ടിക്ക് 5,000 രൂപയും വാഹനം നൽകിയ ആൾക്ക് 25,000 രൂപയും പിഴ ചുമത്തി. ജയിൽ ശിക്ഷയും അനുഭവിക്കണം. മഞ്ചേരി കിടങ്ങഴി പുല്ലൂർ സ്വദേശിയായ 12 വയസ്സുകാരനാണ് വാഹനം ഓടിച്ചത്. വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ഷഹദ് റഹ്മാനാണ് ചേരുന്നത്. ഷഹദ് റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയിൽ നടപടി ഉണ്ടായിരിക്കുന്നു. ചെറിയ കുട്ടി വാഹനം ഓടിക്കുന്നു, അതേപോലെ തന്നെ പിന്നിലിരിക്കുന്ന മുതിർന്നയാൾ സിഗരറ്റ് വലിക്കുന്നു. അങ്ങനെ അടിമുടി ഹെൽമറ്റ് ധരിച്ചിട്ടില്ല രണ്ടുപേരും. അടിമുടി നിയമലംഘനത്തിന്റെ വാർത്ത നമ്മൾ കൊടുക്കുന്നു. ഇപ്പോഴതിൽ നടപടി ഉണ്ടായിരിക്കുന്നു. വിശദാംശങ്ങൾ.
ക്രിസ്റ്റിന് സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മളിത് ശനിയാഴ്ചയായിരുന്നു ഈ വാർത്ത നൽകിയിട്ടുണ്ടായിരുന്നത്. മലപ്പുറം കിടങ്ങഴി പുല്ലൂരിലാണ് ഈ സംഭവം നടന്നിട്ടുണ്ടായിരുന്നത്. 24ന്റെ ഒരു പ്രേക്ഷകനാണ് ഈ ദൃശ്യങ്ങൾ നമുക്ക് അയച്ചു നൽകിയിട്ടുണ്ടായിരുന്നത്. ഇവർ സഞ്ചരിക്കുന്നതിന് മുൻപിലായിട്ടാണ് ഈ കുട്ടിയെ വണ്ടി ഓടിപ്പിച്ചുകൊണ്ട് ഈ പിതാവ് പുറകിലിരുന്ന് സിഗരറ്റ് വലിക്കുന്ന ദൃശ്യം നമ്മൾ സ്ക്രീനിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഈ സംഭവത്തിലാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്തുനിന്ന് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. വാഹനത്തിന്റെ RC 1 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യാൻ നിലവിൽ സാഹചര്യത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ വാഹന ഉടമക്ക് 5000 രൂപ ഫൈൻ, വാഹനം ഓടിച്ച കുട്ടിക്ക് 5000 രൂപ ഫൈന്, വാഹനം നൽകിയ ആൾക്ക് 25,000 രൂപ ഫൈൻ, അങ്ങനെ ആകെ 35,000 രൂപ ഫൈൻ ഇനത്തിൽ ഇദ്ദേഹത്തിന് വരും. അതോടൊപ്പം തന്നെ ഈ കേസ് കോടതിയിലേക്ക് പോകും. ആ ഘട്ടത്തിൽ കോടതി എന്താണോ നിർദ്ദേശിക്കുന്നത് ആ രീതിയിൽ ജയിൽ ശിക്ഷയും അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജുവനൽ ആക്ട് പ്രകാരമാണ് ഈ സംഭവത്തിൽ കേസെടുത്തിട്ടുള്ളത്. ഈ വാഹനം കണ്ടുപിടിക്കാൻ, അതായത് ഇപ്പോൾ ശനിയാഴ്ചയാണ് നമ്മൾ ഈ വാർത്ത കൊടുത്തത്. ഇപ്പോൾ അല്പസമയം മുൻപാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടി ഉണ്ടായത്. ഈ നടപടി വൈകാനുണ്ടായ കാരണം എന്ന് പറയുന്നത് ഈ കുട്ടിയുടെ പിതാവ് 2 മാസം മുൻപാണ് തൃശൂർ സ്വദേശിയിൽ നിന്നും ഈ വാഹനം വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഈ വാഹനം കണ്ടുപിടിക്കാൻ ഉദ്യോഗസ്ഥർ ഏറെ പ്രയാസപ്പെട്ടിട്ടുണ്ടായിരുന്നു. 2 ദിവസം നീണ്ട തിരച്ചിലിനൊടുവിലാണ് ഈ വാഹനം കണ്ടുപിടിക്കുകയും ഇദ്ദേഹത്തെ വിളിച്ചു വരുത്തുകയും ഈ നടപടികളൊക്കെ തന്നെ പറഞ്ഞു നൽകുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇതൊരു താക്കീതാണ്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട ഇതിനു മുൻപ് തന്നെ പല കോടതികളും ഇത്തരം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഷഹദ് റഹ്മാൻ. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. ഇപ്പോൾ കിട്ടിയത് പൂർണ്ണമാകുന്നു.